ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും. കറക്റ്റ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നേരെ പമ്പിലേക്ക് മുൻപ് 2 കുപ്പി വേണം. ചെറിയൊരു കാരണമാണ് നമുക്കിപ്പോൾ ആ ഫുട്ടേജ് കിട്ടാൻ. എങ്ങനെ വന്നാലിപ്പോൾ ഒരു 30 പൊക്കത്ത് മൈലേജ് കിട്ടി കാണണം. ഇതെന്താണ് അക്ഷയപാത്ര. നമ്മൾ തിരിച്ച് അങ്ങോട്ട് കുറച്ച് ലോങ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ കറക്റ്റ് പിന്നെ എടുക്കത്തില്ല വണ്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ഈ ഒരു BS4 2018 മുതൽ എണ്ണയ്ക്ക് 54 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പ്ലെൻഡറൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ എണ്ണയ്ക്ക് എടുക്കാൻ പറ്റും. ഇതിലും മൈലേജ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലച്ച് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ NS എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എനിക്കും ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും. കറക്റ്റ് മൈലേജ് ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഡെയിലി ഏകദേശം 200-250 രൂപക്കാണ് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഓടുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കണക്കറിയില്ല ഇതിന് എന്തോരം മൈലേജ് കിട്ടുന്നു. അതുകൊണ്ട് നമ്മളിന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോയിന് ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ട് ബെല്ലേക്ക് തന്നെ വിളിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വരുന്നത്. കാര്യമൊന്നുമല്ല കേട്ടോ, വേറെ നമ്മൾ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ വരാൻ ലാഗായത്. പിന്നെ നമ്മളതിൽ നിന്ന് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ഇത് കൊറിയനാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. ഈ സാധനം നമ്മളതിൽ നിന്ന് എപ്പോഴും പോകും കേട്ടോ. ഗോപ്രോയുടെ മൗണ്ടാണ് ഇത്. ഏകദേശം ഇപ്പോൾ ഒരു 3 മാസമായിട്ട് തന്നെ ഒരു 4-5 മാറിയിട്ടുണ്ട്. ഇത് ചിലത് ഒടിഞ്ഞു പോകണേ, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. അല്ലാത്ത ചിലത് നമ്മളതിൽ നിന്ന് മിസ്സായി പോകണേനാണ്. ഹെൽമെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. പോകണ വഴിയൊക്കെ ലൂസായി ഊരി പോകണേന് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ. ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു ഇത് വരാൻ. ഭയങ്കര ലാഗായി. ഇത് നമുക്ക് പൊട്ടിച്ച് ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാം. ആക്ഷൻ ബ്രോ. ഈ മൗണ്ട് ഈ ആ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ജി മൗണ്ട് എന്ന് പറയും. ഈ സാധനമാണ് പോയത്. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്ത് ക്യാമറയും സെറ്റ് ചെയ്തിട്ട് നേരെ പമ്പിലായിട്ട് പോയി നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ മൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കുപ്പി വേണം. കുപ്പി എടുത്തിട്ട് 2 ഓരോ ലിറ്റർ വെച്ച് വാങ്ങി കൊണ്ടുവച്ചിട്ട് ഏകദേശം പെട്രോൾ തീരാറായിട്ടുണ്ട് കേട്ടോ. പെട്രോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നേരെ പമ്പിലേക്ക് വാങ്ങുമ്പോൾ 2 കുപ്പി വേണം. നമുക്ക് ഇവിടെ എങ്ങനെ നോക്കാം. രഞ്ജോ 2 കുപ്പിയുണ്ട്. കുപ്പി വീഡിയോ ഞാൻ പറഞ്ഞ കുപ്പിയാണ് മൈലേജ് ടെസ്റ്റ് ചെയ്തത്. ഇതെന്ത് പിന്നെ നാണ 2 കുപ്പിയാണ്. 2 കുപ്പി ഇല്ല ഇവിടെ. എനിക്ക് വീഡിയോ എടുക്കട്ടെ. കുപ്പിയൊന്നും ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ കടയിൽ നിന്ന് 2 എടുത്തായിരുന്നു. അതിനൊരു ഉള്ള കുപ്പി എടുത്ത് വന്നിട്ട് ഇത് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിക്കാം. ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. എന്തൊക്കെ കഷ്ടപ്പാടാണ്. മാത്രമല്ല സെറ്റ് അങ്ങനെ കുപ്പിയും കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ പോയി പെട്രോൾ വാങ്ങിച്ച് നമുക്ക് വീഡിയോയിലിടും. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അവനും ഹൈ ഇത് 40. ആ പിന്നെ പറയാം. ഇത് എത്ര 10 അല്ലേ? തീർത്തിട്ടേ കഴിക്കുന്നുള്ളൂ. ഇത് 40. ഇതിൽ പറയാം 40 അല്ലെന്നാ 30 അടിച്ചാലും മതി. അവിടെ പോയിട്ട് വരികയല്ലോ. പിന്നെ പോയിട്ട് വരും. ഉറപ്പാണോ? അടിച്ചേക്കട്ടെ. പിന്നെ ഓടിച്ചോടിച്ച് അടിപൊളിയായിരിക്കും. ചേച്ചി 1 ലിറ്റർ പെട്രോളിന് എത്ര ചാർജ്? 105.
ഇതിലും 1 ലിറ്റർ ഇതിലും 1 ലിറ്റർ കൊള്ളു കറക്റ്റ് 1 ലിറ്റർ കറക്റ്റ് കൊള്ളിയില്ലേ കൊള്ളുമായിരിക്കും. അല്ല അങ്ങനെ കുറച്ച് ചാട്ടട്ടെ കുഴപ്പമില്ല. ആണോ? അങ്ങനെയല്ലല്ലോ ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളൂ. കുഴപ്പമില്ല 1 ലിറ്റർ 212 40 രൂപയുടെ ഉണ്ടെന്നല്ലോ. അമ്മ നമ്മളങ്ങനെ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഇവനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് നേരെ പോയി വീഡിയോ എടുക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അതിപ്പോൾ കറക്റ്റ് ഈ ഒരു സ്പോട്ട് വെച്ച് നമ്മുടെ 40 രൂപ അവനെ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ട് അടിച്ച് ആ 40 രൂപയുടെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ വെച്ച് കറക്റ്റ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മളിത് എന്നിട്ട് 1 ലിറ്റർ പെട്രോളും കറക്റ്റ് ഇതിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡാണെന്ന് ഓർത്താണ് ചെയ്തത്, പക്ഷേ റെക്കോർഡായില്ലായിരുന്നു. നമ്മൾ പെട്രോളും തിരിച്ച് റീഫിൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ തന്നെ നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡായില്ല, അതൊരു ഷോക്കായി പോയി. അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ റെക്കോർഡാണെന്ന് ഓർത്താണ് ഇതെല്ലാം പറഞ്ഞു. ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇത് പെട്രോൾ റീഫിൽ ചെയ്തത്, പക്ഷേ റെക്കോർഡായില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഹൈവേ റൂട്ട് തന്നെ പിടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരെ ഹൈവേ പിടിച്ച് അവിടെ വെച്ച് പെട്രോൾ ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. ചെറിയൊരു ശ്രദ്ധക്കുറവാണ്, അത് കാരണമാണ് നമുക്കിപ്പോൾ ആ ഫൂട്ടേജ് കിട്ടാഞ്ഞത്. നമ്മൾ കറക്റ്റ് രീതിയിൽ വഴി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പെട്രോൾ ചെയ്ത് നമ്മൾ പെട്രോളും റീഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ വേറൊരു കാര്യം കാണിച്ചു തരാനായിട്ടാണ്. നമ്മൾ ഈ വണ്ടി എടുത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 1 മാസം, ഡിസംബർ 25-നാണ് നമ്മൾ വണ്ടി എടുത്തത്. ഇപ്പോൾ ജനുവരി 25, കറക്റ്റ് 1 മാസമേ ആയിട്ടുള്ളൂ. 1.5 മാസമല്ല, 1 മാസം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പം എത്ര കിലോമീറ്റർ ആയെന്ന് വെച്ചാൽ നമ്മൾ എടുത്തപ്പോൾ വണ്ടി വാങ്ങിച്ചപ്പോൾ 36,000 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 38,540 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2000+ നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എന്തായാലും ആവശ്യമുള്ളൊരു വീഡിയോ തന്നെ ആയിരുന്നു. എനിക്കും കൂടി അറിയണമായിരുന്നു എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഡെയിലി 200-250 രൂപക്കായിരുന്നു പെട്രോൾ ഓടിച്ചിട്ടുണ്ട് വന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇതിന് കറക്റ്റ് എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇതേ പെട്രോൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഹൈവേ മാത്രം പിടിച്ചിട്ട് നേരെ ആലപ്പുഴ ആ റൂട്ട് പോയി മലയ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കിട്ടാത്ത ഭയങ്കര ഞാൻ റെക്കോർഡാണെന്ന് വിചാരിക്കാൻ കേട്ടോ. ഞാൻ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താണ് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് വീഡിയോ എടുത്തത്. പക്ഷേ സംഭവം റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ ആലപ്പുഴയിലോട്ട് പോവാം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി കൊണ്ട് നമുക്ക് വണ്ടിയും ഒന്ന് മുട്ടിയായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പുള്ളിക്കാരൻ മറ്റേ ഇതൊരു ഷോറൂമിൽ വർക്ക് ചെയ്യണമായിരുന്നു. പുള്ളി കോളിയൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നു. ആ സൈഡിൽ ഓവർടേക്കുന്ന വഴി പുള്ളി ഒറ്റ ഇൻഡിക്കേറ്റർ പോലെ ഇടാൻ ഒറ്റ വളച്ച് അങ്ങനെ വണ്ടി ചെറുതായിട്ട് മുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി ചെറുതായിട്ട് മറിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഇത് നേരത്തെ ഉള്ള സ്ക്രാച്ചാണ്, വണ്ടി എടുത്തപ്പോൾ ഉള്ള സ്ക്രാച്ചാണ്. കുറച്ച് സ്ക്രാച്ചും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയെ കയറി നേരെ മലയ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യാം മൈലേജ്. വണ്ടി പെട്രോൾ കംപ്ലീറ്റ്ലി തീർത്തേട്ടോ. വണ്ടി എത്ര അടിച്ചിട്ടും എടുക്കണില്ലായിരുന്നു, അത് ഇപ്പോഴും എടുക്കണില്ല. ഫുള്ള് പെട്രോൾ തീർത്തായിരുന്നു. വറ്റിച്ചിട്ടുണ്ട് ഓടിച്ചാണ് നമ്മളിവിടെ നിർത്തിയത്. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല, റെക്കോർഡായില്ല. നമ്മളൊരു എക്കണോമി സ്പീഡ് പിടിച്ചിട്ട് നേരെ ആലപ്പുഴ റൂട്ട് പിടിച്ച്, നമ്മൾ നല്ല റോഡാണ്. എറണാകുളം റൂട്ട് പോയാൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആലപ്പുഴ റൂട്ട് പിടിക്കാൻ പോയാണ്. എന്നാലും ആ വീഡിയോ കിട്ടാത്ത ഇച്ചിരി ഷോ ആയിപ്പോയി കേട്ടോ. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്തില്ല. അതായത് നമ്മളിത് കറക്റ്റ് ട്രിപ്പ് 38,000 കിലോമീറ്റർ കേട്ടോ. അത് നമുക്കൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. കറക്റ്റ് 38,840 കിലോമീറ്റർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മൾ ഈ 1 ലിറ്റർ പെട്രോൾ എന്തോരം ഓടുമെന്ന്. ഒരു പ്രാവശ്യമല്ല കേട്ടോ, നമുക്ക് 2 പ്രാവശ്യം വണ്ടി തട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ടേൺ, നല്ലൊരു വളമാണ്, അത്യാവശ്യം നല്ലൊരു വളമായിരുന്നു. ഞാനും ഒരുമാതിരി സ്പീഡിലായിരുന്നു, എന്നാലും ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തി. അപ്പുറത്ത് വന്ന ഒരു പുള്ളി ഭയങ്കര സ്പീഡായിരുന്നു. പുള്ളി നൈസായിട്ടൊന്നൊന്ന് ഇടിച്ച്. അപ്പോഴും വണ്ടിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ. ഈ 2 ആക്സിഡൻറ്റ് വന്നപ്പോഴും വണ്ടിക്ക് വലിയ സീനായിട്ടൊന്നും പറയാനില്ല, ചെറിയ ഇടിയൊക്കെ ആയിരുന്നു. ഈ മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി അടുത്ത് തന്നെ നമുക്ക് സർവീസിന് കിട്ടണം കേട്ടോ. സർവീസ് ആവാറായിട്ടുണ്ട്. ഉച്ച ടൈമിൽ തന്നെ മൈലേജ് ടെസ്റ്റിന് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ കൊടുക്കത്തെ. ഈ ഒരു റോഡ് പണി നടക്കണ കാരണം ഭയങ്കര പൊടിയുമാണ്. വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു.
അത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ NS ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കമൻറ്റ് മൈലേജ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വേറൊരു ഫ്രണ്ടിലേക്ക് അവൻ്റെ NS തന്നെയാണ് കേട്ടോ. BS3 ആണ് ഇത്. BS4 2018 മോഡൽ NS ആണ്. അപ്പോൾ അവൻ്റെ BS3 NS ആണ്. അപ്പോൾ അവന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ അവന് 20-22 അത്ര കിട്ടണുള്ളൂ കേട്ടോ. അപ്പോഴാണ് എനിക്കും ഭയങ്കര ഒരു കൗതുകം, ഇതിന് എത്ര കിട്ടുമെന്ന് അറിയാം. ഞാൻ മൈലേജ് നോക്കാത്ത കാരണം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ മോട്ടോ വ്ളോഗ് അങ്ങനെ ഇപ്പോൾ മോട്ടോ വ്ളോഗ് അതിൽ ചെയ്യണേലും കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് കാണിച്ചിട്ട് തന്നെ ഈ ഒരു വ്ളോഗ് സെറ്റപ്പ് ആ ഒരു രീതിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്താലാണ്. നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നപ്പോൾ ചെറിയ അടിയുണ്ടായിരുന്നു. അപ്പോൾ ഒരുമാതിരി അടിയായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിരിച്ച് പോകണ വഴി ഒന്ന് ടൈറ്റും കൂടി ചെയ്യണം. ഒരു അടുത്ത ടൈമിൽ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ വലിപ്പിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ പോണ വഴി നമുക്ക് ചെയിനും ഒന്ന് ടൈറ്റ് ചെയ്യണം. ഒരു സ്ഥലം പാതിരപ്പള്ളി എത്തി കേട്ടോ. ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ ഭയങ്കര പൊടി. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിനി ബൈപ്പാസ് റൂട്ട് കയറി പോകാനാണ് ഇപ്പോൾ ഓർത്തിരിക്കണത്. ബൈപ്പാസ് പോകണമായിരിക്കും നല്ലത്. ഇനി ബൈപ്പാസിൻ്റെ എൻഡിൽ ചെന്നിട്ട് നമുക്ക് തിരിച്ച് ബൈപ്പാസിൽ കൂടി തന്നെ തിരിച്ചു പോകാനാണ്. പെട്രോൾ ഇതുവരെ എന്തായാലും തീർന്നിട്ടില്ല. തിരിച്ച് ഈ റൂട്ട് അല്ലേ അപ്പുറം വഴി കറങ്ങിപ്പോകാം. സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ ഈ റൂട്ട് പോകാം. ആകുമ്പോൾ ഇച്ചിരി തണലും കൂടി കിട്ടും. ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ പൊടിയും. നമ്മളൊരു 3 മണി 4 മണി ടൈമിൽ ഇറങ്ങിയത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വെയിലും ഇല്ല, നൈസായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അണ്ണേ നേരെ പോയ എങ്കിൽ ചെല്ലും അറിയില്ല. ഹൈവേ ആ ഓക്കെ. ഞാൻ നേരത്തെ ഈ മൈലേജ് ടെസ്റ്റിന് മുമ്പ് ഞാൻ ആലപ്പുഴ വന്നത് തന്നെ ഏകദേശം 220 രൂപക്കൊക്കെ പെട്രോൾ അടിച്ചിട്ടാണ് കേട്ടോ ആലപ്പുഴ വന്നിട്ട് തിരിച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കാൻ പോയി, നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ആദ്യം പെട്രോൾ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഓടിയപ്പോൾ തന്നെ പെട്രോൾ തീർന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 200 രൂപക്കൊക്കെ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പോണത്. ഇത് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഓടിയെന്ന് തോന്നണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് നോക്കാം. പെട്രോൾ മമ്മി എവിടെയെങ്കിലും വെച്ച് വണ്ടി നിൽക്കുമല്ലോ, അപ്പോൾ നമുക്ക് എടുത്തിട്ടൊന്ന് നോക്കാം എത്ര മൈലേജ് കിട്ടിയിട്ടുണ്ടോ. ഈ വണ്ടി തന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പെട്രോൾ ഇതുവരെ തീർന്നിട്ടില്ല. അത്യാവശ്യം ഓടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയിട്ട് ഓടിച്ചോണ്ടിരിക്കുക. അത്യാവശ്യം കിലോമീറ്റർ ഓടിയെന്ന് തോന്നണം. അതായത് ഇപ്പോഴും വണ്ടി പമ്മിട്ട് പോലും ഇല്ല കേട്ടോ. ഇതന്നെ NS ആണോ അതോ സ്പ്ലെൻഡറാണോ? കറക്റ്റ് ഇതേ ടാങ്ക് പറ്റിച്ചു. ഒരു ഉടായ്പും കാണിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കും തോന്നി ചിലപ്പോൾ വല്ല ഉടായ്പും കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ ഇട്ടത്. അത് നമ്മൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ആവാത്തതാണ്. ഒരു കളവും കാണിച്ചിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് 105 രൂപക്കാണ് പെട്രോൾ അടിച്ചത്. ആലപ്പുഴ പോയി, ആലപ്പുഴയിൽ നിന്ന് ബൈപ്പാസും കയറി അവിടുന്ന് തിരിച്ചു വന്നു. ഓർത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 105 രൂപക്ക് പോയി അടിച്ച് ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ച് നേരെ ആലപ്പുഴ ചെന്ന് ആലപ്പുഴയിൽ നിന്ന് വളക്കുമ്പോൾ തന്നെ
ഫ്യൂവല് തീരുമെന്നാണ് ഞാൻ ഓർത്തത്. അതായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ ഇതെന്താണ് അക്ഷയപാത്ര. നമ്മൾ തിരിച്ച് അങ്ങോട്ട് കുറച്ച് ലോങ് ചെന്ന് കേട്ടോ. നമ്മൾ കറക്റ്റ് പിന്നെ കഞ്ഞിക്കുഴിയോളം വരെ ചെന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലാണല്ലോ. ആ ഗൈസ്, പമ്മി കേട്ടോ, പമ്മി ഇപ്പം ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് വേണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് എത്ര മൈലേജ് കിട്ടിയിട്ട്. മിക്കവാറും ഇത് തന്നെ ഞെട്ടിക്കണ ഒരു മൈലേജ് ആയിരിക്കും കേട്ടോ. എന്നെ എന്നല്ല, ചിലപ്പോൾ മിക്കവരും ഞെട്ടുമായിരിക്കും. നല്ലൊരു മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, എടുക്കത്തില്ല വണ്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ അധികം എണ്ണയും ഒഴിച്ചത് കേട്ടോ. ഇങ്ങനെ തന്നെ വറ്റിച്ച് വെച്ചാണ് നമ്മൾ എണ്ണയും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ തീർന്നിട്ടുമുണ്ട്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി എടുത്തപ്പോൾ 38,540 കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ വണ്ടി 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചപ്പോൾ 38,540. ഇപ്പോൾ 38,594. നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് 54 കേട്ടോ മൈലേജ്. ഇതൊരു അടിപൊളി മൈലേജാണ്. ഞാൻ ഇത്രയും കിട്ടുമെന്നൊന്നും ഓർത്തില്ല. ഇതൊരു ഗംഭീര മൈലേജ് തന്നെയാണ്. ഞെട്ടിച്ച് കളഞ്ഞ്. അപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ 54 മൈലേജാണ് കേട്ടോ. 54 കിലോമീറ്റർ നമ്മുടെ വണ്ടി 1 ലിറ്റർ, അതായത് 106 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കറക്റ്റ് അടിച്ചിട്ട് നമ്മുടെ വണ്ടി ഏകദേശം 54 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54 കിലോമീറ്റർ ഒരു വളരെ നല്ലൊരു മൈലേജാണ് കേട്ടോ. ഇത് BS4 2018 മോഡൽ NS 54 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പ്ലെൻഡറൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ NS എടുക്കാൻ നോക്കുക. കിടിലൻ മൈലേജ്. വീട്ടിൽ ഒരു ഗ്ലാമർ ഉണ്ട് കേട്ടോ. ഗ്ലാമറിന് പോലും ഇത്ര മൈലേജ് കിട്ടത്തില്ല. ഏകദേശം 45, 48 ആ ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടത്തുള്ളൂ. ഇതിന് പക്ഷേ 54 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൈലേജ് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. ഇത് മതി. ഇത് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ചത് 25 അത്ര മൈലേജ് അങ്ങനെ കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഇത് 54 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു കാണാൻ കഴിയും.